തമ്മിലുള്ള ബന്ധം കൊണ്ട് പറയാൻ പറ്റുമോന്ന് പറയാനും പറ്റില്ല. ചരമദിനം അന്ന് തന്നെയാണ്. അപ്പൊ പിന്നെ അന്ന് തന്നെ വേണം എന്നവർക്ക്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെ പോകേണ്ട വന്ന ചെറു അത്യാവശ്യം ഇങ്ങനെ വരും. അപ്പൊ പിന്നെ ഇതേയുള്ള വഴി എന്നാ പിന്നെ ക്ലാസ് വേണ്ടെന്ന് വെക്കാം. പൂർണിമ ടീച്ചറിന് ഒന്ന് പറ്റത്തില്ലായിരുന്നു? ഇല്ല, ചോദിച്ചു. 2-3 പേർക്ക് വന്ന സൗകര്യങ്ങളാ. പൂർണിമ ഒരു ദിവസം വിടാം. വന്നത് പൂർണിമ നേരത്തെ വന്നോ? ഒരു ദിവസം വന്നായിരുന്നു. പറ്റുമോ വരാന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഒരു ദിവസം പിന്നെ നാരായണ സാർ എടുത്തായിരുന്നു. എടുത്തായിരുന്നു. റെക്കോർഡിംഗ് തുടങ്ങി. സഹവീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. സമാദരണീയരായ എല്ലാ പക്ഷിതാക്കൾക്കും വിനീതമായ പ്രണാമം. 14-ൽ 19 വരെ എടുത്ത്, 20 വരെ എടുത്ത് അല്ലേ? ഇനി 21 എടുക്കണം. അല്ല, 20 മുതൽ എടുക്കണം. 19 വരെ എടുക്കുക. നവമസ്കന്ധം 14-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം. പൂർവശ്യുവാച കഫ്യത്വൈന സജ്ജേത മനോദൃഷ്ടിച്ച സുന്ദരാം യദംഗാന്തരമാപാദ്യച്ചരതേ ഹരിരം സുഖാം. കഫ്യാഹ ത്വയി ന സജ്ജേത മനോ ദൃഷ്ടിഷ്ട സുന്ദര. പൂർവശ്യെ കണ്ടിട്ട് രാജാവ് അവൾക്ക് സ്വാഗതം ചെയ്ത് ഇവിടെ ഇരിക്കൂ എന്നിങ്ങനെ പറഞ്ഞ് എന്നോടുകൂടി രമിക്കൂ എന്നിങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഉർവശി മറുപടി പറഞ്ഞാണ്, കഫ്യാഹം ആരുടെ, ഏതൊരുവളുടെ, സ്ത്രീലിംഗമാണ്. ത്വയി അങ്ങയിൽ, ന സജ്ജേത മനഃ. കഫ്യാഹ മനഃ ത്വയി ന സജ്ജേത. ഏതൊരാളുടെ മനസ്സാണ് അങ്ങയിൽ സജ്ജമാവാത്തത്? അങ്ങ് അത്രയ്ക്ക് ലൗകിക സുന്ദരനാണ്. ദൃഷ്ടിഷ്ട, കണ്ണു ഹേ സുന്ദര സംഭവത്തിനെയാണ്. അങ്ങ് ലൗകിക സുന്ദരനായിരിക്കെ അങ്ങയിൽ മനസ്സ് പതിയാത്തവരും അങ്ങയിൽ കണ്ണു പതിയാത്തവരുമായ ഒരു സുന്ദരിമാരും ഈ ലോകത്തുണ്ടാവില്ല. അത്രയ്ക്ക് അങ്ങ് ലൗകിക സുന്ദരനാണ്. ഏത് അംഗ അന്തരമാഫദ്യ. ഇത് യാതൊരു അംഗം അന്തരം ആഫദ്യ, അന്തരത്തെ ലഭിച്ചിട്ട്, സ്ഥാനം ലഭിച്ചിട്ട്, ശവത്തെ ഹരിരംഹസ. ശവത്തെ, ശവത്തെ വെച്ചാൽ ച്യുതമാകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു, ഭ്രമിച്ചു പോകുന്നു. ശവത്തെ, അവിടെ ഹ രിരംഫയ എന്ന് പദം ഇരിക്കണം. ഹരിരംഫയല്ല, ഹ രിരംഫയ. രിരംഫ രമിതും ഇച്ഛ. രിരംഫ രമിക്കാനുള്ള ആഗ്രഹം, അതാണ് രിരംഫ. അങ്ങയുടെ ശരീരം ആഫാദ്യ പ്രാപിച്ചിട്ട് രമിക്കാനുള്ള ആഗ്രഹം ആർക്കാണ് നഷ്ടപ്പെട്ടു പോവുക? ആർക്കും ഉണ്ടാവില്ല. ഏത് സ്ത്രീകളും അങ്ങയെ കാമിക്കും. അങ്ങയുടെ ശരീരം കണ്ടാൽ, ശരീര അന്തരം ആഫദ്യ, ശരീരത്തിന്റെ ഇടകളെല്ലാം കണ്ടിട്ട്, അവയവങ്ങൾ കണ്ടിട്ട് അതോട് ചേർന്ന് ഉല്ലസിച്ച് രമിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് സ്ത്രീകളുടെ വിവേകവും ധൈര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അല്ലാത്ത ഒരു സ്ത്രീയും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അങ്ങയുടെ ആഗ്രഹത്തെ ഞാനും അംഗീകരിക്കുകയാണ്. ഞാൻ ഏറ്റവും സന്തുഷ്ടയാണ് അങ്ങയുടെ സൗന്ദര്യത്തിൽ. ഞാനും അങ്ങയോടൊപ്പം രമിപ്പാൻ ആഗ്രഹിക്കുന്നു. കഫ്യാസ്ത്വൈന സജ്ജേത മനോദൃഷ്ടിശ്ച സുന്ദരാം യദംഗ അന്തരമാഫദ്യച്ചവദേഹ രിരംസയാം. കഫ്യാസ്ത്വൈന സജ്ജേത മനോദൃഷ്ടിശ്ച സുന്ദരാം യദംഗ അന്തരമാഫദ്യച്ചവദേഹ രിരംസയാം. ഏതാവുരണകൗരാജൻ ജ്ഞാഫൗ രക്ഷസ്വമാനതാം സംരഭ്യേ ഭവതാ ഭാഗം ശ്ലാഘ്യസ്ത്രീണാം വരസ്മൃതാം.
ഏതൗ ഉരണകൗ രാജൻ, ഹേ രാജൻ അല്ലയോ രാജാവേ, ഈ രണ്ട് ഉരണകങ്ങൾ, ഉരണകം എന്ന് വെച്ചാൽ ആട്ടിൻകുട്ടികളുടെ പേരാണ് ഉരണകം. ഉരണകൗ ദ്വിവചനമാണ്, ഏതൗ അതും ദ്വിവചനമാണ്. ഏതൗ ഉരണകൗ ആവാദേശമെന്ന് ഏതാ ഉരണകൗ, ഈ രണ്ട് മാൻകുട്ടികളും ജ്ഞാഫൗ അങ്ങയിലേക്ക് ന്യസിക്കുകയാണ്, അർപ്പിക്കുകയാണ്. രക്ഷസ്വ മാനത, മാനത്തെ കാക്കുന്നവനായ രാജാവെ ഇതിനെ രക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ സംരക്ഷിയെ ഭവതാഭാഗം, അങ്ങയോടൊപ്പം രമിക്കാം. സാക്ഷസ്ത്രീണാം വരസ്തുത, സ്ത്രീകൾക്ക് വരൻ എന്നും സാക്ഷ്യനായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് വരൻ എന്നും ഏറ്റവും പ്രശസ്തിയുള്ളവരാണ്. ഈ രണ്ട് ആട്ടിൻകുട്ടികളെ ഞാൻ സന്താനങ്ങളെ പോലെ സ്നേഹിച്ചു വളർത്തി വന്നാണ്. ഇപ്പോൾ ഞാൻ ഇവരെ അങ്ങയിൽ ഏൽപ്പിക്കാം. അങ്ങ് ഇവരെ സംരക്ഷിക്കാമെന്ന് വാക്ക് തരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് രമിച്ചുകൊള്ളാം. ഇനിയും ഒരാശങ്കയുണ്ടാകാം, ദേവസ്ത്രീയായ ഞാൻ മനുഷ്യനായ പുരുഷനുമായി രമിക്കുന്നത് ശരിയാണോ എന്നാണ്. അത് തെറ്റില്ല. കാരണം സാക്ഷ്യഗുണങ്ങളുള്ള, പ്രശംസനീയമായ ഗുണങ്ങളുള്ള, വീരശൗരാദികളായ ഗുണങ്ങളുള്ള ഒരു പുരുഷനെ അപ്സര സ്ത്രീകൾക്ക് കാമിക്കാം, ഭർത്താവായി സ്വീകരിക്കാം. ഞങ്ങളുടെ നിയമമാണ്. അതുകൊണ്ട് ഇവിടെ ദേവമനുഷ്യ ബന്ധം അനംഗീകൃതമല്ല എന്ന് സാരം. ദേവസ്ത്രീകളായ ഞങ്ങളുടെ, ഉർവശ്യാദികളായ ഈ അപ്സര സ്ത്രീകളായ ഞങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്ന നിയമാവലികളിൽപ്പെട്ടതാണ് ഭൂമിയിലുള്ള രാജാക്കന്മാരെ കാമിക്കാം, സ്നേഹിക്കാം, ഭർത്താവാക്കാം, അവരുടെ കൂടെ ജീവിക്കാം, സന്താനം ഉണ്ടാവാം. ഇതൊക്കെ ഞങ്ങൾക്ക് വിധിയാണ്. അതുകൊണ്ട് ഇത് തെറ്റല്ല. അതുകൊണ്ടാണ് മാനദൻ എന്നെ വിളിച്ചത്. അങ്ങനെയുള്ള ഹേ രാജാവേ, ഈ രണ്ട് ആട്ടിൻകുട്ടികളെ സംരക്ഷിക്കാമെന്ന് നിൽക്കുകയാണെങ്കിൽ അങ്ങയോടൊപ്പം ഞാൻ എത്ര കാലം വേണമെങ്കിലും രമിച്ചുകൊള്ളാം. ഏതാ ഉരണകൗരാജന്യ അസോ രക്ഷസ്വമാനതാം സംരക്ഷ്യ ഭവതാഭാഗം സാക്ഷ്യസ്ത്രീണാം വരപ്രദാം. ഏതാ ഉരണകൗരാജന്യാസോ രക്ഷസ്വമാനതാം സംരക്ഷ്യ ഭവതാഭാഗം സാക്ഷ്യസ്ത്രീണാം വരപ്രദാം. ഹൃദം മേ വീരഭക്ഷ്യം സ്യാത് നേക്ഷേത്വന്യത്ര മൈഥുനാത് വിവാഹം തഥേതി പ്രതിവേദേ മഹാമനാഹം. ഹേ വീര, ഹൃദം മേ ഭക്ഷ്യം സ്യാത്, എനിക്ക് ഭക്ഷിക്കാൻ നെയ്യ് മാത്രമേ വേണ്ടൂ. കാരണം ഞങ്ങൾ ദേവസ്ത്രീകൾ അമൃത് ഭക്ഷിച്ച് അവിടെ ജീവിച്ചവരാണ്. അമൃതിന് തുല്യമായൊന്നും ഭൂമിയിലുള്ളത് നെയ്യ് മാത്രമേ. ഞാൻ നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ, വേറൊന്നും കഴിക്കില്ല. വീര മേ ഭക്ഷ്യം ഹൃദം സ്യാത്, എനിക്ക് ഭക്ഷ്യമായത് നെയ്യ് മാത്രമാണ്. ന ഈക്ഷേതു അന്യത്ര മൈഥുനാത് വിവാഹ സ്യാത് ന ഈക്ഷേ സ്യാന്നേക്ഷേ. സ്യാത് ഇപ്പുറത്തേക്ക് പോകും. ന ഈക്ഷേ നോക്കില്ല, കാണില്ല. തു അന്യത്ര ആകട്ടെ, അന്യത്ര മറ്റൊരിടത്ത്. മൈഥുനാത് മൈഥുനമല്ലാതെ മറ്റൊരിടത്ത്. വിവാഹം നയിച്ചു, വസ്ത്രമില്ലാത്തവനായിട്ട് അങ്ങയെ കാണരുത്. മൈഥുന സമയത്ത് മാത്രമേ നഗ്നനായ അങ്ങയെ കാണാൻ ഇടയാകാവൂ. അല്ലാത്ത ഒരു സമയത്തും അങ്ങനെ കാണാൻ ഇടയാവരുത്. ഈ രണ്ട് പ്രതിജ്ഞ എനിക്കുള്ളത്. ഒന്ന്, ഈ മാൻകുട്ടികളെ സംരക്ഷിക്കണം. രണ്ട്, അങ്ങ് മൈഥുന സമയത്തല്ലാതെ, കിടപ്പുമുറിയിലല്ലാതെ വിവസ്ത്രനായിട്ട് കാണാൻ പാടില്ല, നഗ്നായിട്ട് കാണരുത്. തത് തഥേതി പ്രതിവേദി മഹാമന, മഹാമനസ്കനായ രാജാവ് തത് അത് തഥാ ഇത് അങ്ങനെ ആവട്ടെ എന്ന് പ്രതിവേദി അംഗീകരിച്ചു. ഓ ശരിയായിക്കോട്ടെ, ഒരു വലിയ പാടുള്ള കാര്യമാണ്. കോടിക്കണക്കിന് പ്രജകളെ സംരക്ഷിക്കാമെങ്കിൽ രണ്ട് ആട്ടുംകുട്ടികൾ നോക്കാനാണ് പാട്, ഒരു പാടില്ല. പിന്നെ മൈഥുന സമയത്തല്ലാതെ നഗ്നാവരുത്, അതെൻ്റെ ഒരു ശീലവുമല്ല. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, രണ്ടും അംഗീകൃതമാണ്, ഇഷ്ടം തന്നെയാണ്. ഹൃദം മേ വീരഭക്ഷ്യം സ്യാന്നേക്ഷേത്വന്യത്ര മൈഥുനാത് സ്വാന്യത്ര മൈഥുനാത്
വിവാസും തത്തേതി പിപേദേ മഹാമനാം ഹൃതം മേ വീരഭക്ഷ്യം നേക്ഷേ ത്വാന്യത്ര മൈഥുനാത് വിവാസും തത്തേതി പിപേദേ മഹാമനാഹ അഹോ രൂപമഹോ ഭാവോ നരലോകവിമോഹനം കോന്നു സിതവേദമഞ്ജോ ദേവീം ത്വാം പരമാഗതാം. അഹോ രൂപം അഹോ ഭാവം. ആശ്ചര്യമായിരിക്കുന്നു ഈ രൂപം, ഈ ഭാവം. നരലോകവിമോഹനം, മനുഷ്യലോകത്തെ മോഹിപ്പിക്കുന്നതാണ് ഈ ഭാവം. പൂർണ്ണ സേവയേത മനുജ, ആരാണ് മനുഷ്യന്മാരെ സേവിക്കാത്തത്? ദേവീം ത്വാം സ്വയമാഗതാം, സ്വയമായി വന്നു ചേർന്നിരിക്കുന്ന യോഗ്യയായ നീ സ്വയമേവ എൻ്റെ സമീപത്ത് വന്നപ്പോൾ യാതൊരാളാണ് നിന്നെ കാമിക്കാത്തത്? ആരും നിന്നെ കാമിക്കുന്നില്ല. അത്രയ്ക്ക് ഉർവശിയുടെ വാക്യത്തെ രാജാവ് അംഗീകരിച്ചു. ഉർവശിയുടെ സൗന്ദര്യത്തിലുള്ള മതിപ്പ് ഇത് പ്രകടിപ്പിച്ചു. എന്നിട്ട് ഭൂമിയിലുള്ള ദേവന്മാർക്ക് മാത്രം ലഭിക്കാൻ യോഗ്യമായി നിന്നെ എനിക്ക് ഈ ഭൂമിയിൽ അടുത്ത് എൻ്റെ തൊട്ടുമുമ്പ് കിട്ടിയിരിക്കുന്നല്ലോ. അഹോ ആശ്ചര്യം. അഹോ രൂപം അഹോ ഭാവോ നരലോക വിമോഹനം പോന്ന സേവേതമനുജോ ദേവീം ത്വാം സ്വയമാഗതാം. അഹോ രൂപം അഹോ ഭാവോ നരലോക വിമോഹനം പോന്ന സേവേതമനുജോ ദേവീം ത്വാം സ്വയമാഗതാം. ദയാപുരുഷശ്രേഷ്ഠോ രമയന്ത്യാ യഥാർത്ഥതാം രേമേ സുരവിഹാരേഷു കാമൃതാദിഷു. ദയാവുള്ളപ്പം സ്വപുരുഷശ്രേഷ്ഠ, ആ പുരുഷശ്രേഷ്ഠനായ പുരൂരുവസ് രമയന്ത്യ രമിച്ചുകൊണ്ട്, യഥ അർഹത അർഹതയോടുകൂടി രമിച്ചുകൊണ്ട്, രമേ സുഖിച്ചു, സുരവിഹാരേഷു ദേവന്മാർ വിഹരിക്കുന്ന, ചൈത്രരഥാദിഷു കാമൻ രമേ ദേവന്മാർ വിഹരിക്കുന്ന ചൈത്രരഥം മുതലായിരിക്കുന്ന അനേക തരത്തിലുള്ള ഉദ്യാനങ്ങളിൽ അവളോടൊപ്പം രാജാവ് ഇഷ്ടം പോലെ വിഹരിച്ചു. ദയാപുരുഷശ്രേഷ്ഠോ രമയന്ത്യാ യഥാർഹതാം രേമേ സുരവിഹാരേഷു കാമം ചൈത്രരഥാദിഷു. ദയാപുരുഷശ്രേഷ്ഠോ രമയന്ത്യാ യഥാർഹതാം രേമേ സുരവിഹാരേഷു കാമം ചൈത്രരഥാദിഷു. രമമാണസ്തയാ ദേവ്യാം പത്മകിഞ്ചിൽക്കഗന്ധയാം തന്മുഖാമോദമുഷിതോ മുമുദേഹർഗണൻ ബഹൂൻ. രമമാണഃ ത്വയാ ദേവ്യ, തയാ ദേവി ആ ദേവിയോടൊപ്പം രമമാണഃ രമിച്ചുകൊണ്ട്, പത്മകിഞ്ചിൽക്കഗന്ധയ താമരപ്പൂവിൻ്റെ സുഗന്ധം പോലെയുള്ള ഗന്ധത്തോടു കൂടിയ അവളുമായി രമിച്ചുകൊണ്ട്, തന്മുഖ ആമോദമുഷിതോ അവളുടെ മുഖത്തിന് അധീനിയായി തീർന്നിട്ട്, മുമുദേ അഹർഗണൻ ബഹു മോദിച്ചു അഹർഗണങ്ങൾ പല പല പകലുകൾ, പല ദിവസങ്ങൾ, എത്രയോ ദിവസങ്ങൾ പുരൂരവസ് അവളോട് ചേർന്ന് അവളുടെ മുഖസൗരഭ്യത്തിൽ ആകർഷണമായി അവളുമായി കൂടിച്ചേർന്ന് അവളുടെ മുഖത്തെ ആമോദത്തെ സന്തോഷത്തെ മോഷ്ടിക്കത്തക്ക വിധത്തിൽ ഏറ്റവും അധികം മോദിച്ചു. രമമാണസ്തയാ ദേവ്യാം പത്മകിഞ്ചിൽക്കഗന്ധയാം തന്മുഖാമോദമുഷിതോ മോദേഹർഗണൻ ബഹൂൻ. രമമാണസ്തയാ ദേവ്യാ പത്മകിഞ്ചിൽക്കഗന്ധയാം തന്മുഖാമോദമുഷിതോ മോദേഹർഗണൻ ബഹൂൻ. അവശ്യന്നുർവശീന്ദ്രോ ഗന്ധർവന്ധമചോദയത് ഉർവശീരഹിതം മഹ്യമാസ്ഥാനം നാതിശോഭതേ. അപശ്യന് ഉർവശീം ഇന്ദ്ര, ഉർവശിയെ കാണാതെ ഇന്ദ്രൻ ഗന്ധർവാൻഫമചോദയത് ഗന്ധർവന്മാരെ പ്രചോദിപ്പിച്ചു. ഉർവശീരഹിതം മഹ്യം ആസ്ഥാനം ന അതിശോഭത. ഉർവശിയില്ലാത്ത എൻ്റെ ആസ്ഥാനം അങ്ങനെ ശോഭിക്കില്ല എന്ന്. കുറേ കാലം ഉർവശിയുമായി ചേർന്ന് ഉല്ലസിച്ച് കഴിച്ചു. ഉർവശിയില്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല.
അവളെ കൊണ്ടുവരാൻ ഗന്ധർവന്മാരെ അയച്ചു. ഉർവശി രഹിതം മഹ്യമാസ്ഥാനം എന്ന അതിശോഭത. അപ്പോഴാണ് ഉർവശിയെ പെട്ടെന്ന് കാണാതായി. ഇന്ദ്രൻ ഗന്ധർവാദികളെ പ്രചോദിപ്പിച്ചു ഉർവശിയെ കണ്ടുകിട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. അതായത് ഉർവശി രാജാവുമായി ചേർന്ന് പല പല നഗരങ്ങൾ സന്ദർശിച്ച കൂട്ടത്തിൽ ഗന്ധർവ നഗരത്തിലെത്തി. അന്ധകാരം പൂണ്ട ആ ഗന്ധർവ നഗരത്തിൽ പുരുവേഷന്റെ രാജധാനിയിൽ ഗന്ധർവന്മാർ എത്തിച്ചേർന്നു. എന്നിട്ട് ഭാര്യയായ ഉർവശി രാജാവിനെ ഏൽപ്പിച്ച 2 ആട്ടിൻകുട്ടികളെ തട്ടി മോഷ്ടിച്ചു കിട്ടും. ഗന്ധർവൻ ഒന്നുമില്ല, ഒരു പരോൽകർഷ അഫഹിഷ്ണുത അസൂയ. ഉർവശിയെ സ്വർഗലോകത്തൊന്നും കുറെ കാലമായി കാണാനില്ല, ഭൂമിയില്ല. രാജാവ് വശംവദനാക്കി വളച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ആശങ്കിച്ചിട്ട് അതിന് കാരണമൊക്കെ അവർ മനസ്സിലാക്കി. ഈ ആട്ടിൻകുട്ടികളെ എപ്പോൾ മോചിച്ചു പോകുന്നുവോ അപ്പോൾ ബാധ്യതയാകും. അപ്പൊ രാജാവിനെ ഉപേക്ഷിക്കും എന്നായിരുന്നല്ലോ കണക്ക്. അങ്ങനെ ഈ മാൻകുട്ടികളെ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ഉർവശി തിരിച്ച് സ്വർഗലോകത്തേക്ക്. ഇതാഗ്രഹിച്ച് ഗന്ധർവന്മാരെ രാജാവിനെ ഏൽപ്പിച്ച 2 ആൺകുട്ടികളെ അപഹരിച്ചു. ഇത് അപഹരിച്ചു കൊണ്ടുപോയത് രാത്രിയിലാണ്. രാത്രിയിൽ വെച്ചാൽ മഹാനിശ എന്ന് പറയുന്നത് രാത്രിയുടെ ഭാഗവതം ക്ലാസ് 2ാമത്തെ യാമത്തിന്റെ ഒടുവിലും 3ാമത്തെ യാമത്തിന്റെ ആരംഭത്തിലുമുള്ള ഓരോ നാഴിക ചേർന്ന 2 നാഴിക സമയത്തിനാണ് മഹാനിശ, നിശീഥിനി, നിശ്ചയമായിട്ട് ഉറങ്ങിയിരിക്കുന്ന സമയം എന്ന് പേര് കൊടുക്കുന്നതിനാണ് ഇന്ന് സ്മൃതികൾ ഈ മഹാനിശയ്ക്ക് നിർവചനം പറയാറ്. 2ാമത്തെ യാമത്തിന്റെ ഒടുവിലും 3ാമത്തെ യാമത്തിന്റെ ആരംഭത്തിലുള്ള ഓരോ നാഴിക ചേരുന്ന 2 നാഴിക സമയം മഹാനിശ എന്ന് പേര്. മഹാനിശ ദ്വേ ഘടികേ രാത്രോ മധ്യമയാമയോഗം എന്ന്. അതുകൊണ്ട് ഇവിടെ മഹാരാത്രേ തമസി പ്രത്യുപസ്ഥിതേ ഉപേത്യ മഹാരാത്രേ തമസി പ്രത്യുപസ്ഥിതേ ഉർവശ്യാ ഉരണൗ ജഹോ ന്യസ്തൗ രാജനിജായ. അവരെ ഉപേത്യ എത്തിയിട്ട് മഹാരാത്രി തമസി ഇരുട്ടിലെ പ്രത്യുപസ്ഥിതി അടുക്കൽ വന്നു ചേർന്ന് ഉർവശ്യാഹ ഉരണൗ ജഹ്റുഹു ഉർവശിയുടെ 2 ആട്ടിൻകുട്ടികളെ അപഹരിച്ചു. ന്യസ്തൗ രാജനി ജായയായ ഉർവശിയാൽ രാജാവിൽ അർപ്പിക്കപ്പെട്ട 2 കുട്ടികളെയും കൊണ്ട് ഗന്ധർവന്മാരും. അതാണ് അവശ്യൻ ഉർവശിയും എന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ പറയാൻ കാരണം. ഈ മാൻകുട്ടികളെ രാജാവ് എപ്പോൾ രക്ഷിക്കാതിരിക്കുന്നുവോ അപ്പോൾ ഇവൾ ഉപേക്ഷിച്ചു പോകും എന്നായിരുന്നു കരാർ. ഉപേത്യ മഹാരാത്രേതംസി പ്രത്യുപസ്ഥിതേ ഉർവശ്യാവൃണൗജായാം ഉപേത്യ മഹാരാത്രേതംസി പ്രത്യുപസ്ഥിതേ ഉർവശ്യാവൃണൗജായാം നിശമ്യ ആക്രന്തിതം ദേവീ പുത്രയോർ നിയമാനയോഹം ഹതാസ്മ്യഹം കുനാഥേന നപുംസാ വീരമാനിന. ആക്രന്തിതം നിശമ്യ ദേവി കരച്ചിൽ കേട്ടിട്ട് ആരുടെ പുത്രന്മാരെ പോലെ വളർത്തിക്കൊണ്ടുവന്ന 2 ആട്ടിൻകുട്ടികളെ കരച്ചിൽ കേട്ടിട്ട് ആ ദേവി നിയമാനയോഹം മോഷ്ടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ കരച്ചിൽ കേട്ടിട്ട്
ഹതാസ്മ്യഹം ഞാൻ നശിച്ചവളായി തീർന്നിരിക്കുന്നു. കുനാഥേന നപുംസ വീരമാൻ, കുൽസിതനായ ദുഷ്ടനായ ഈ നാഥനാൽ, നപുംസകമായ ഈ നാഥനാൽ, വീരൻ എന്ന് മാനിച്ചു കഴിയുന്ന, വീരനല്ല എന്ന് അഭിമാനിക്കുന്ന ഈ രാജാവ്. ഈ മൂന്ന് വിശേഷം രാജാവിനുള്ളതാണ്. ഇങ്ങനെയുള്ള രാജാവിനാൽ ഞാൻ ഹതാസ് കൊല്ലപ്പെട്ടു. ഉർവശി ഉറക്കെ വിളിച്ചു കേട്ടു. പെട്ടെന്നാണ് രാത്രിയുടെ ഉറക്കത്തിൽ, നല്ല ഉറക്കത്തിന് സമയത്താണ്, അപ്പോഴാണ് ആട്ടിൻകുട്ടികളെ ഗന്ധർവ്വൻ മോഷ്ടിച്ചു കൊണ്ടു. അപ്പോൾ ഉർവശി ഉറക്കെ വിളിച്ചു കരഞ്ഞു. എന്താണ് ഉർവശി കൊണ്ടാൻ കാരണം? എന്താണ്? കുട്ടികളെ കരത്തിൽ കേട്ടത്. നിയമാനയോഹോ പുത്രയോഹോ ആക്രന്തിതം നിശമ്യ ദേവി, ഞാൻ ഈ ദുഷ്ടനായ നപുംസകം പോലെ ഇരിക്കുന്ന ഈ രാജാവിനാൽ ഞാൻ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് അവൾ ഉറക്കെ വിളിച്ചു കേട്ടു. നിശമ്യാക്രന്തിതം ദേവി പുത്രയോർ നിയമാനയോ ഹതാസ്പൃഹം കുനാഥേന നപുംസാവീരമാനിന. നിശമ്യാക്രന്തിതം ദേവി പുത്രയോർ നിയമാനയോ ഹതാസ്പൃഹം കുനാഥേന നപുംസാവീരമാനിന. യദ്വിശ്രംഭാദഹം നസ്താഃ കൃതാവത്യാചദസ്യുഭേ യശ്യേതേ നിശിഫന്ത്രസ്തോ യഥാ നാരീതിവാ പുമാൻ. യത് വിശ്രംഭാത് അഹം, യാതൊരു വിശ്രംഭം കൊണ്ട്, വിശ്വാസം കൊണ്ട്, അഹം ഞാൻ, നഷ്ടാഹ കൃതാപത്യാചദസ്യുഭി ഞാൻ നഷ്ടയായിരിക്കുന്നവളാണ്, കൃതാപത്യ സന്താനങ്ങളെ അപഹരിച്ചുകൊണ്ടുവരിക്കുന്നവളാണ്, ദസ്യുഭിഹി കള്ളന്മാരാണ്. യശ്യേതേ നിശി സന്ത്രസ്ത, യാതൊരുവനാണോ രാത്രിയിൽ സന്ത്രസ്തനായിട്ട് യഥാ നാരി ദിവാപുമാൻ. വീരപുരുഷനല്ല എന്ന് പറയാൻ കാരണം, രാത്രി സ്ത്രീയെപ്പോലെ ഭയപ്പെട്ട് കിടക്കും, പകൽ സമയത്ത് പുരുഷനെ പോലെ പ്രവർത്തിക്കും. അതുകൊണ്ട് നപുംസകം എന്ന് തെറ്റപ്പെടുത്തുക. യശ്യേതേ നിശിസന്ത്രസ്ത യഥാ നാരി ദിവാപുമാൻ, രാത്രിയിൽ സന്ത്രസ്തനായിട്ട് സ്ത്രീയെപ്പോലെ കിടന്നുറങ്ങും, പകൽ എന്താണ് പുരുഷന്മാരെ പോലെ പകൽ പ്രവർത്തിക്കും. അതുകൊണ്ട് നപുംസകം തന്നെയാണ് ഈ രാജാവ്. മക്കളില്ലാത്ത ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് എന്നിങ്ങനെ പലതും പറഞ്ഞ് രാജാവിനെ കണക്കറ്റവൻ വിശ്രംഭണം ചെയ്തു. യദ്വിശ്രംഭാദഹം നഷ്ടാഹൃതാപത്യാചദസ്യുഭീൻ യശ്യേതേ നിശിസന്ത്രസ്തോ യഥാ നാരീതിവാ പുമാൻ. യദ്വിശ്രംഭാദഹം നഷ്ടാഹൃതാപത്യാചദസ്യുഭീൻ യശ്യേതേ നിശിസന്ത്രസ്തോ യഥാ നാരീതിവാ പുമാൻ. ഇതി വാക്ഫായകേർവിദ്ധ തതോത്രേരിവകുഞ്ചരാം നിശി നിസ്ത്രംശമാദായ വിവസ്ത്രോഭ്യദ്രുവദൃശാം. ഇത് ഇങ്ങനെ വാക്ഫായകേർവിദ്ധ, വാക്കാകുന്ന അമ്പുകൊണ്ട് പിളർന്നവനായി, ഇതി വാക്ഫായകേർവിദ്ധ പ്രതോത്രൈരിവകുഞ്ചരാം. തോട്ടികൊണ്ട് ആന എന്ന പോലെ, പ്രതോത്രം തോട്ടി, കുഞ്ചരം ആന, തോട്ടികൊണ്ട് ആന എന്ന പോലെ വിദ്ധ മുറിക്കപ്പെട്ടവനായിട്ട് രുഷാ രോഷത്തോടുകൂടി നിശി രാത്രിയിൽ നിസ്ത്രംശം വാള്
ആദായ എടുത്തിട്ട് വിവസ്ത്ര അഭ്യദ്രവത്, വസ്ത്രം ഉടുക്കാത്തവനായിട്ട് ഓടിപ്പോയി. ഉർവശിയുടെ വാക്കാകുന്ന അമ്പുകൊണ്ട് രാജാവിന്റെ ഹൃദയം പിളർന്നു. രാത്രിയിൽ, അർദ്ധരാത്രിയിലാണ് ഈ സംഭവം. ആ ആട്ടിൻകുട്ടികളെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി കണ്ട് ഉർവശി വിലപിച്ചു എന്ന് മാത്രമല്ല, രാജാവിന് നപുംസകമാണ്, വീരമാനിയാണെന്നൊക്കെ വിളിച്ച് കണക്കറ്റ് അധിക്ഷേപിച്ച് വഴക്ക് പറഞ്ഞു രാത്രി. ഈ ഇത്രയും വാക്ക് കേട്ട് മുറിപ്പെട്ടവനായ രാജാവ് അങ്കുശം കൊണ്ട് തോട്ടി കൊണ്ട് മുറിവേറ്റ ആനയെപ്പോലെ പെട്ടെന്ന് കോപത്തോടെ ചാടി എഴുന്നേറ്റ് അമ്പും വൈക്കിലും കയ്യിലെടുത്തുകൊണ്ട് ഓടി. ഗന്ധർവനാണെന്ന് പറയാം. വസ്ത്രം ഉണ്ടോ നോക്കില്ല. രാത്രിയിലായതുകൊണ്ട് വിവസ്ത്രനായി കിടന്ന് ഉറങ്ങിയതാണ്. അതുകൊണ്ട് വസ്ത്രം എടുത്തിരുന്നോ നോക്കാതെ, എടുത്തുടുക്കാൻ നിൽക്കാതെയും അതിവേഗം ഓടിപ്പോയി. ഇത് വാക്സായക ഈർവിദ്ധ പതോത്രൈരിവകുഞ്ചര നിശി നിസ്ത്രംശമാദായ വിവസ്ത്രോ അഭ്യദ്രുപദൃശാം. ഇതി വാക്സായകൈർവിദ്ധ പ്രതോത്രൈരിവകുഞ്ചരാം നിശി നിസ്ത്രംശമാദായ വിവസ്ത്രോഭ്യദ്രപദൃശാം. തേ വിസൃജ്യോരണൗ തത്രാം വിദ്യോദന്തസ്മവിദ്യുത ആദായ മേഷാവായാന്തം നഗ്നൈക്ഷതസാപതിം. അവൻ വിസൃജ്യ ഉരണവും, രാജാവ് ഒന്നും വില്ലും കൊണ്ട് ചെന്നപ്പോൾ പേടിച്ച് ആട്ടിൻകുട്ടികളെ വിട്ടയച്ചു. വിസൃജ്യ ഉപേക്ഷിച്ചു. ഉരണവും ആട്ടിൻകുട്ടികൾ. തത്ര വ്യദ്യോത അന്തസ്മവിദ്യുത വിദ്യോതന്ത ശോഭിപ്പിച്ചു. വിദ്യുത വിദ്യുത്ത് കൊണ്ട് അവിടെ ശോഭിപ്പിച്ചു. ഗന്ധർവ ലോകത്തിലുള്ള ഇവർക്ക് വിദ്യുത്ത് ഉണ്ടാക്കിയെടുത്ത് അല്പസമയം പ്രകാശം ഉണ്ടാക്കാൻ കഴിയും. ആ ഗന്ധർവന്മാര് രാജാവ് ഉർവശിയുടെ അടുത്തേക്ക് പോയി കുട്ടികളെയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ, അല്ല, ഈ ഗന്ധർവന്മാരൊക്കെ പോയി കുട്ടികളുമായിട്ട് തിരിച്ചു വരുമ്പോൾ, ഉർവശിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഗന്ധർവന്മാർ മിന്നലിനെ പ്രകാശിപ്പിച്ചു. അപ്പൊ പെട്ടെന്ന് ഉർവശി രാജാവിനെ നഗ്നനായിട്ട് കണ്ടു വഴിക്ക് വെച്ച്. രണ്ടാമത്തെ തെറ്റി. ആദ്യത്തെ ആട്ടിൻകുട്ടികളെ രക്ഷിച്ചില്ല. രണ്ടാമത് നഗ്നനായിട്ട് കിടക്കയിലല്ലാതെ പുറത്ത് കണ്ടു. ഇത് രണ്ടും കണ്ടാൽ ഞാൻ ഉപേക്ഷിച്ചു പോകും, വിട്ടുപോകും. നേരത്തെ പ്രതിജ്ഞ കൊടുത്താണ്. തേ വിസൃജ്യോരണൗതത്ര വിദ്യോതന്തസ്മവിദ്യുത ആദായമേഷാവായന്തം നഗ്നമൈക്ഷതസാപതിം. തേ വിസൃജ്യോരണൗ തത്ര വിദ്യോതന്തസ്മവിദ്യുതാം ആദായമേഷാവായാന്തം നഗ്നമൈക്ഷതസാപതിം. ഐലോപി ശൈനേജായാം അവശ്യൻ വിമനായിവ തച്ചിത്തോ ഇഹ്വലശോചൻ യത്രാമോന്മത്തവൻ മഹീം. ഐലോ ഒരു ദിവസമാകട്ടെ ശയനെ കിടക്കയിൽ ജായാം അവശ്യൻ പത്നിയെ കാണഞ്ഞിട്ട് വിമനായിവ ദുഃഖിതനെ പോലെ തച്ചിത്ത അവൾ മനസ്സുറപ്പിച്ചവനായിട്ട് വിഹ്വലശോചൻ ഏറ്റവും അധികം ഭയത്തോടുകൂടി ദുഃഖിച്ചുകൊണ്ട് ബഭ്രാമ ഉന്മത്തവൻ മഹു ബഭ്രാമ സഞ്ചരിച്ചു ഉന്മത്തനെ പോലെ മഹീം. ഉർവശിയെ അന്വേഷിച്ചിട്ട് രാജാവ് ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ തട്ടുകയാണ്. ഈ ഭാഗത്ത് ആസ്പദമാക്കിയാണ് കാളിദാസൻ വിക്രമോർവശീയം എന്നൊരു നാടകം എഴുതിയിട്ടുണ്ട്. ഉർവശിയും വിക്രമനുമായിട്ടുള്ള കൂടിക്കാഴ്ച, അവരുടെ പ്രണയരംഗം. പെട്ടെന്ന് അതിന് വിഘ്നം വരുന്നു. ഉർവശി പോകുന്നു. ഉർവശിയെ വിളിച്ചുകൊണ്ട് രാജാവ് കരയുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നവരെ. ഇത്രയുമാണ് നാടകത്തിന് പ്രമേയം. രസകരമായത് കാളിദാസന്റെ നാടകമാണ് വിക്രമോർവശി. ഇതിനെ ആസ്പദമാക്കി ഈ സന്ദർഭത്തെ കണ്ടുകൊണ്ട് എഴുതിയ നാടകം. ഐലോപിശയനേജായാം അവശ്യൻ വിമനായിവാം
തച്ചിത്വവും വിഹ്വലശോചൻ ബഭ്രാമോന്നത്തവൻ മഹീം ഹൈലോ വിഷയനേജായാം അപശ്യന്തിമനായിവാം തച്ചിത്തോ വിഹ്വലശോചൻ ബഭ്രാമോന്നത്തവൻ മഹീം ഫതാം വീക്ഷ്യ കുരുക്ഷേത്രേ ഫരഫുത്യം ചതുൽഫഖീഃ പഞ്ചപ്രഹൃഷ്ടവദനാ പ്രാഹസൂക്തം പുരൂരവാഹം ഫതാം വീക്ഷ്യ കുരുക്ഷേത്രേ. കുരുക്ഷേത്രത്തിൽ വെച്ച് ഭൂമിയിൽ ചുറ്റി നടന്ന് സരസ്വതി നദിയുടെ തീരത്ത് താം വീക്ഷ്യ അവിടെ കണ്ടിട്ട് ഫഖീഹി അവളുടെ ഫഖിമാരെയും കൂടി കണ്ടിട്ട് അങ്ങനെ പുരുഷന്വേഷിച്ച് ഭൂമി നീളെ നടക്കുകയാണ്. എവിടെ പോയി ഒടുവിൽ കുരുക്ഷേത്രത്തിൽ സരസ്വതി നദിയുടെ തീരത്ത് വെച്ച് പുരുഷ കണ്ടു. അവളുടെ ഫഖിമാരായ വേറെ 5 പേരും ഒപ്പം ഉണ്ടായിരുന്നു. തത് ഫഖീഃ പഞ്ച പ്രഹൃഷ്ടവദനാഹ പ്രാഹ. സൂക്തം നല്ല വാക്ക് എന്നുള്ളത് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വൈദിക സൂക്തം അല്ല, നല്ല വാക്കുകൾ. സൂക്തം നല്ല വാക്കുകളെ പ്രാഹ പറഞ്ഞു. ഉർവശിയോട് രാജാവ് സന്തോഷപൂർവ്വം സംഭാഷണം ആരംഭിച്ചു. പദാം വീക്ഷ്യ കുരുക്ഷേത്രേ പരസത്യം ചതുൽഫഖീഃ പഞ്ചപ്രഹൃഷ്ടവദന പ്രാഹ സൂക്തം പുരൂരവാ. പദാം വീക്ഷ്യ കുരുക്ഷേത്രേ പരസത്യം ചതുൽഫഖീഃ പഞ്ചപ്രഹൃഷ്ടവദന പ്രാഹ സൂക്തം പുരൂരവാഹം. അഹോ ജായേ തിഷ്ഠ ഘോരേണ ത്യക്തുമർഹസി മാം ത്വമദ്യാപ്യ നിർവൃത്യ വയാംസി കൃതവാവഹൈ. അഹോ ജായേ, ഓ പത്നി, തിഷ്ഠ നിക്ക് ഘോരേണ ത്യക്തുമർഹസി. ഘോരകൃത്യങ്ങൾ ചെയ്ത് സന്താപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ത്യജിക്കാൻ നീ അർപ്പിക്കുന്നില്ല. വചാംസി ഗുണമാവഹി, വാക്കുകളെ ഞാൻ ചെയ്യാം, നല്ല വാക്കുകൾ ഞാൻ പറയാം. നല്ല വാക്കുകൾ ഞാൻ പറയുന്ന കേട്ട് നമുക്കൊന്നിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് തിരിച്ചു പോകാം. എന്നോട് ചേർന്ന് രമിക്കാൻ അനുവാദം തരണം. ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് ഈ ജന്മം കഴിയില്ല. അതിനേക്കാൾ ഭേദം എൻ്റെ ശരീരം നശിപ്പിച്ചിട്ട് കഴുകന്മാർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് എന്നോട് ചേർന്ന് രമിച്ചുകൊള്ളൂ എന്നിങ്ങനെ ആവശ്യപ്പെട്ടു. അഹോജായേ തിഷ്ഠ ഘോരേണ ത്യക്തുമർഹസി മാം ത്വമദ്യാപ്യ നിർവൃത്യ വചാംസി പ്രണവാവഹൈ. അഹോജായേ തിഷ്ഠ ഘോരേണ ത്യക്തുമർഹസി മാം ത്വമദ്യാപ്യ നിർവൃത്യ വചാംസി പ്രണവാവഹൈ. സുരേഹോയം പദത്യത്ര ദേവി ദൂരം ഹൃതസ്ത്വയാം ഖാദന്ത്യേനമ്രകാഗ്രസ്തസ്തുപാദസ്യ നാസ്പദം. സുദേഹോയം, ഈ നല്ല ദേഹം, പതതി അത്ര ദേവി, ഹേ ദേവി, ഇവിടെ വീഴുക തന്നെ ചെയ്യും. എൻ്റെ സുന്ദരമായ ശരീരം ഇവിടെ താഴെ വീഴും, ഞാൻ നശിപ്പിക്കും. ദൂരം ഹൃതസ്ത്വയാ, നീ എന്നെ ദൂരെ വെച്ച് തന്നെ ഉപേക്ഷിച്ചത് കൊണ്ട്. ദൂരം ഹൃതസ്ത്വയാ, ത്വയാ ദൂരം ഹൃത, നിന്നാൽ ദൂരെ വെച്ച് തന്നെ ഉപേക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഈ ദേഹം ഇവിടെ വീഴുക തന്നെ. ഖാദന്തി ഭക്ഷിക്കുന്നു, കടിച്ചു തിന്നു. ഏനം, ഈ ശരീരത്തെ. വൃക്കാഹ, ചെന്നായികൾ. ഗബ്ധാഹ, കഴുകന്മാർ. പ്രസാദസ്യ ന ആസ്പദം, അങ്ങയുടെ പ്രസാദം വരികയാണെങ്കിൽ എൻ്റെ ഈ ശരീരത്തെ ചെന്നായ്ക്കളും കഴുകന്മാരും തിന്നാൻ കാരണമാകും. ആ ശരീരത്തെ സ്വീകരിക്കാനുള്ള ആഗ്രഹം നീ എന്നിൽ ചെയ്തില്ലെന്ന് വരുന്ന പക്ഷം
എൻ്റെ ശരീരത്തെ നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിർജീവമായി ശരീരം കഴുകോ പരുന്തോ ഒക്കെ ഭക്ഷണമാക്കി മാറ്റി അതിനിട വരുത്താതെ എന്നോട് ചേർന്ന് രമിക്കണമെന്ന് എന്ന് വീണ്ടും വീണ്ടും അപേക്ഷിക്കുക. പുരദേഹോയം പതത്യത്ര ദേവി ദൂരം സ്വസ്ത്രയാം ഖാദന്തേനം മൃഗാഗൃദ്ധാഃ സുപ്രസാദക്ഷിണാസ്പദം. പുരദേഹോയം പതത്യത്ര ദേവി ദൂരം ഹൃതസ്ത്വയാം ഖാദന്തേനം മൃഗാഗൃദ്ധാഃ സുപ്രസാദക്ഷിണാസ്പദം എന്നിങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണമാണ്. ഇതൊരു 49-50ഓളം ശ്ലോകമുണ്ട്. നമുക്ക് ഇന്ന് തീരില്ല. എനിക്കൊരു അത്യാവശ്യം ഇന്നൊരു യാത്ര പുറത്തേക്ക് ആവശ്യമുണ്ട്. നേരത്തെ നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. അപ്പം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. സംസാരിക്കുക ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ.